എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാക്കേജ് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പാക്കേജ്. ഇതിൽ മില്ലറ്റ്സ് പല തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇതാണ് പാക്കേജ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ 2, 3, 5, 10 പാക്കറ്റാണുള്ളത്. അതായത് 2 എണ്ണമാണ് മിനിമം ഓർഡർ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സെറ്റ്, അതായത് 5 എണ്ണം ആണ് നമുക്ക് കിട്ടുന്നത് മില്ലറ്റ്സ്. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ 2 സെറ്റാണ് അവർ മിനിമം ഓർഡറായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 സെറ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തിലധികം ഉണ്ടാവും നമുക്ക്. അത്രയല്ലേ വേണ്ടൂ, കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ എന്താണ് എത്നിക് മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുകളിലുണ്ട്. മന്ന അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഇപ്പോൾ പ്രൈസും കാര്യം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആമസോൺ ലിങ്ക് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാമല്ലോ. അപ്പോൾ 5 പാക്കറ്റാണിതുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് മില്ലറ്റ്സ്. ആദ്യത്തേത് കോഡോ മില്ലറ്റ് എന്നാണ്. അതിൻ്റെ മലയാളം പേര് കൂവരകു എന്നാണ് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റാണ്. ഇത് തിനയാണ് കേട്ടോ, പക്ഷികൾക്കൊക്കെ കൊടുക്കില്ലേ, അതാണ് രണ്ടാമത്തെ മില്ലറ്റ്. അതായത് ഇനി അടുത്തത് ബാർnyard മില്ലറ്റ് ഉണ്ടല്ലേ. ഇത് ബാർnyard മില്ലറ്റ്. ബാർnyard മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കവടപ്പുല്ലു എന്നാണ് കാണുന്നത്. പിന്നെ ഇത് ലിറ്റിൽ മില്ലറ്റാണ്. ലിറ്റിൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചാമയരി എന്നൊക്കെ പറയില്ലേ നമ്മൾ, പണ്ടൊക്കെ ചാമ കഴിക്കുമായിരുന്നു ആൾക്കാർ. അതാണ് ലിറ്റിൽ മില്ലറ്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ്. ഇത്രയും മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള 2 പാക്കറ്റാണ്. 5 ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ആണ് ഉള്ളത്. ഇത് ഏകദേശം കണ്ടാലൊക്കെ ഒരുപോലെയാണ് കേട്ടോ. വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അറിഞ്ഞുകൂടാത്തവർക്ക്, അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടില്ലേ, പിന്നെ ഫിംഗർ മില്ലറ്റ് ഉണ്ട്. ഫിംഗർ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന സാധനം. ഫിംഗർ മില്ലറ്റ് ഇതിനകത്തില്ല. ഫിംഗർ മില്ലറ്റ് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, എന്താ പറയുക, റാഗി എന്നൊക്കെ പറയില്ലേ, അതാണ് ഫിംഗർ മില്ലറ്റ്. അപ്പോൾ അത്രയും മില്ലറ്റ്സാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മില്ലറ്റ് റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചാമയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുപയറിൻ്റെ പരിപ്പ്, അതുപോലെ തന്നെ ചാമയരിയും 2-3 ടേബിൾ സ്പൂൺ വേവിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തൊരു അച്ച ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം, ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഈ ചാമയരിയൊക്കെ നമ്മൾ കുറച്ച് കുതിർത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നന്നായിട്ട് ഏകദേശം വെന്തിട്ടാണ് ഞാൻ ശർക്കര ഇട്ടത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എടുത്തിരുന്നത് വിട്ടുപോയതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് റാഗിയുടെ മിൽക്കാണ് കേട്ടോ. റാഗി നന്നായിട്ട് കുതിർത്തിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കൂവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ളവർ ഒരിക്കലും കൂവപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചൂടാണല്ലോ, അതുകൊണ്ട് കുറച്ച് കൂവപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്ത് വെച്ചത്. ഇത് നന്നായിട്ട് ശർക്കര അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ റാഗി അതുപോലെ ചെറുപയർ പരിപ്പ് മിക്സിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും, നന്നായിട്ട് കൊഴുത്ത് വരും. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു. അതിലേക്ക് നമ്മൾ ഈ ഒരു റാഗിയും അതുപോലെ കൂവപ്പൊടിയും കൂടെയുള്ള മിക്സ് നമ്മൾ ചേർക്കാൻ പോവാണ്. നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് പോലെ ഉണ്ടാവും അടിയിൽ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ കണ്ടില്ലേ
അപ്പോൾ കൊഴുത്ത് വരും, നല്ല കൊഴുപ്പായിട്ട് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. തിളച്ചത് കൊണ്ട് പെട്ടെന്ന് വേവും. അത് അധികം താമസമൊന്നുമില്ല വേവാൻ. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു 2-3 പിടി, നമ്മുടെ കൈപ്പിടിക്ക് 2-3 പിടി മതി. പിന്നെ തേങ്ങ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ചേർക്കാം. അതിന് അളവൊന്നുമില്ല പ്രത്യേകിച്ച് കേട്ടോ. അതൊക്കെ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതിയല്ല. അപ്പോൾ തേങ്ങ അതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൻ്റെ പാലൊന്ന് പുറത്ത് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 പിടിയാണ് ഞാൻ ഇടുന്നത് തേങ്ങ. കണ്ടില്ലേ, കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വെള്ളം ചേർക്കുന്നത് കൊണ്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം, ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തേങ്ങയും അധികം വേവേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കത്. എന്നിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തത് കൊണ്ടാണ് ഒന്നും കൂടെ തിളപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മൺകലത്തിലാണ് സാധാരണ ഉണ്ടാക്കുക. ഞാൻ ഇതിനായിട്ട് മൺകലം വാങ്ങിയതാണ്. മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അലൂമിനിയം പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത്. മൺകലമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ ഉപയോഗിക്കാം മില്ലറ്റ്സ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് ഷുഗർ അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഇതാക്കാവുന്ന എന്താ പറയുക, കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അതാണിത്. മില്ലറ്റ് കഞ്ഞി അല്ലേ, പോറിഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമുക്ക് രാത്രിയോ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ദിവസത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്കത് കഴിക്കാവുന്നതാണ്. ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ ക്ഷീണത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. പിന്നെ വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിയണം വെയിറ്റ് ലോസ് ആവണമെങ്കിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.